ആവേശകരമായ ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനം പുരോഗമിക്കുമ്പോൾ തന്റെ പവർ ഹിറ്റിംഗ് കൊണ്ട് ഒരിക്കൽ കൂടി വിമർശകരുടെ വായടപ്പിച്ച ഒരു സെഞ്ചുറി നേട്ടമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇംഗ്ലണ്ട് ഉയർത്തിയ 305 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഇന്ത്യക്ക് വേണ്ടി തകർപ്പൻ തുടക്കമാണ് ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ചേർന്ന് ഇന്ന് സമ്മാനിച്ചത്. ഇരുവരും അനായാസമായി ബൗണ്ടറികൾ കണ്ടെത്തിയപ്പോൾ ടീം ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് അതിവേഗം കുതിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് മത്സരം കുറച്ചുനേരം നിർത്തിവെച്ചുവെങ്കിലും രോഹിത്തിന്റെയും ഗില്ലിന്റെയും ഫ്ലോ തടയാനായി ഇംഗ്ലണ്ട് ബോളർമാർക്ക് സാധിച്ചില്ല. ഇരുവരും ചേർന്ന് ആദ്യ വിക്കറ്റിൽ 136 റൺസാണ് ടീം ഇന്ത്യക്ക് വേണ്ടി നൽകിയത്. 60 റൺസെടുത്ത ഗില്ലിനെ ഓവർടണാണ് പുറത്താക്കിയത്. ശേഷം വന്ന വിരാട് കോഹ്ലിക്കും അധികനേരം പിടിച്ചു നിൽക്കാനായി സാധിച്ചില്ല എങ്കിലും മറുഭാഗത്ത് രോഹിത് ശർമ്മ തന്റെ ക്ലാസിക് ബാറ്റിംഗ് ശൈലി തുടരുകയായിരുന്നു. ഭയമില്ലാതെ ഇംഗ്ലണ്ട് ബോളർമാരെ തലങ്ങും വിലങ്ങും സിക്സറുകളാണ് രോഹിത് പായിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നായകന്റെ യഥാർത്ഥ തിരിച്ചുവരവ് തന്നെയാണ് ഇന്ന് കട്ടക്കിൽ കാണാനായി സാധിച്ചത്. പ്രത്യേകിച്ച് സെഞ്ചുറിയിലേക്ക് അടുക്കുമ്പോൾ പോലും യാതൊരു ഭയവുമില്ലാതെ സിക്സർ അടിച്ചാണ് രോഹിത് തന്റെ മറ്റൊരു സെഞ്ചുറി നേട്ടം ഇന്ന് പൂർത്തിയാക്കിയത്. ഫോമിലേക്ക് എത്തുന്നില്ല എന്ന് കുറെ നാളുകളായി കേട്ടിരുന്ന പഴികളെല്ലാം തന്നെ അല്ലെങ്കിൽ തനിക്ക് നേരെ ചോദ്യശരങ്ങളുമായി വന്ന വിമർശകർക്കെല്ലാമുള്ള ഒരു മറുപടിയുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ തന്റെ കണക്ക് പുസ്തകത്തിലേക്ക് മറ്റൊരു സെഞ്ചുറി കൂടിയാണ് ഇപ്പോൾ എഴുതി ചേർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു വിജയലക്ഷ്യമായിരുന്നിട്ട് കൂടി മുന്നിൽ നിന്ന് ഇപ്പോൾ ക്യാപ്റ്റൻ തന്നെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 130 മേലുള്ള സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത് സെഞ്ചുറി നേട്ടം പൂർത്തിയാക്കിയത്. എന്തായാലും രോഹിത്തിൽ നിന്നും ആരാധകർ കാണാനായി കാത്തിരുന്ന ആ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.